യഥാർത്ഥത്തിൽ RJD രാഷ്ട്രീയ ജനതാദൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയ സംഘടന സൗത്ത് ഇന്ത്യയിൽ വളരെ സൗത്ത് ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയിലാണ് ദരിദ്ര വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി സമൂഹത്തിലെ നിർദ്ധരർക്ക് വേണ്ടിയിട്ട് പാർലമെന്റിനകത്ത് അതിശക്തമായ രൂപത്തിൽ പ്രവർത്തിക്കുകയും അവരുടെ വ്യക്തി എന്ന റെപ്രസെന്റേഷൻ എന്ന പേരിൽ പാർലമെന്റിനകത്ത് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം ബീഹാറുകാരനാണ്. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ്. ജയപ്രകാശ് നാരായണന്റെയും രാജ് നാരായണന്റെയും കൽപൂരി ടാക്കൂറിന്റെയും ശിഷ്യനാണ് ലാലു പ്രസാദ് യാദവ്. എക്കാലത്തും അദ്ദേഹം നിർദ്ധരുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ്. ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കിയാൽ 1947 രാഷ്ട്രം സ്വതന്ത്രം പ്രഖ്യാപിക്കപ്പെട്ടു. അതിനു മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടങ്ങളായിരുന്നു ഇന്ത്യ രാജ്യം. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കെതിരായിട്ടും ഒരുപാട് അക്രമങ്ങൾ ഈ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ട്. അന്ന് നമ്മുടെ ജനത തന്നെ ബ്രിട്ടീഷ് മേധാവിത്വത്തിനോട് കൂടെ നിന്നുകൊണ്ട് നമ്മൾ ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ വിദേശാധിപത്യ ശക്തികളെ രാജ്യത്തു നിന്ന് തുരത്തുന്നതിന് വേണ്ടി നമ്മളൊരു സംഘടനയ്ക്ക് രൂപം നൽകിയുണ്ടായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് വെറും രാഷ്ട്രം സ്വതന്ത്രമാവുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ്, രാഷ്ട്രീയ പാർട്ടി അല്ല എന്നത് ഓർക്കണം. അതിലെല്ലാ വിഭാഗ ജനങ്ങളുണ്ടായിരുന്നു. നമ്മൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി നമ്മുടെ രാജ്യം സ്വതന്ത്രത്തിലേക്ക് പൂവണിയണമെന്ന്. അതിനുവേണ്ടി ജീവത്യാഗം ചെയ്ത, ജീവൻ ബലിയർക്കപ്പെട്ടത് ഈ രാജ്യത്തിലെ സോഷ്യലിസ്റ്റ് വാദികളാണെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ഇന്ന് അവരൊക്കെ തന്നെ ചരിത്രത്തിന്റെ ഭാഗങ്ങളല്ലാതെയായി മാറുമ്പോൾ യഥാർത്ഥ ശക്തികൾക്ക്, യഥാർത്ഥ വ്യക്തിത്വങ്ങൾക്ക് വേദന തോന്നുകയാണ്, വളരെ വേദന തോന്നുകയാണ്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിടുമ്പോൾ 3 പേരാണ് ബ്രിട്ടീഷുകാരൻ ആവശ്യപ്പെട്ടത് തൂക്കുമരങ്ങളിലേക്ക് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി. ആ 3 പേരും സോഷ്യലിസ്റ്റ് വാദികളായിരുന്നു, സോഷ്യലിസ്റ്റുകാരായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്ന് ബ്രിട്ടീഷുകാരനക്ക് പച്ചപ്പരവതാനി വിരിച്ചു കൊടുത്ത സാമ്രാജ്യത്വ ശക്തികൾക്ക് കൂട്ടുനിന്ന ആ ഘടകങ്ങളാണ് ഇന്ന് രാഷ്ട്രത്തിന്റെ ഭരണം കൈയാളുന്നത്. ഇന്നിവിടെ പ്രധാനപ്പെട്ട 2 കക്ഷികളാണ് ദേശീയ തലത്തിലുള്ളത്. ഒന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാരും BJP നേതൃത്വം നൽകുന്ന NDA കക്ഷിയും ആണ് ഇന്ന് പ്രധാനമായിട്ടും ഈ രാജ്യത്തുള്ളത്. യഥാർത്ഥത്തിൽ അക്കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും നമ്മുടെ കയ്യിൽ നിന്ന് കപ്പം വാങ്ങി ബ്രിട്ടീഷുകാരനക്ക് വിതരണം ചെയ്യുകയും ചെയ്ത ഇവർ ഇന്ന് ദേശാഭിമാനികളായും ദേശത്തിന്റെ ദേശീയവാദികളുമായി ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മാഗാന്ധിയെ കൊന്നത് ഈ രാജ്യത്തിലെ വർഗീയവാദിയായ ഗോഡ്സെയ. അദ്ദേഹത്തിന്റെ പാർട്ടിയാണെന്ന് BJP NDA ഇന്നിവിടെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ രംഗത്തിറങ്ങിയിട്ടുള്ളത്. വാസ്തവത്തിൽ വലിയൊരു അത്ഭുതകരമായ ഒരു കാലഘട്ടങ്ങളെയാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, പാശ്ചാത്യ ശക്തികളുടെ അതിശക്തമായ പ്രേരണയുള്ള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റും, മറുവശത്ത് നമ്മളൊക്കെ തന്നെ വിഘടിപ്പിച്ച് ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഭരണം നടത്തുന്ന BJP-യുമാണ്. അത്തരത്തിലുള്ള ശക്തികൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 3225 നാളുകൾ BJP രാജ്യത്ത് ഭരണം നടത്തി. വാജ്പേയി പ്രധാനമന്ത്രിയായിക്കൊണ്ട് ആ നാളുകളൊക്കെ തന്നെ സോഷ്യലിസത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ കറുത്ത അധ്യായങ്ങളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും.
വളരെ ശക്തമാണെന്ന് ഇന്ന് അവർ BJP NDA പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന മിസ്റ്റർ നരേന്ദ്രമോദി, അദ്ദേഹം ഈ രാജ്യത്തിലെ ഭീകരവാദിയാണ്. ആ ഒരു ഭീകരവാദിയാണ് BJP പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. കോൺഗ്രസ് സർക്കാരാണെങ്കിൽ വിദേശാധിപത്യത്തിന് വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തി. എന്താണ് ഈ രാജ്യത്തിന്റെ ജനങ്ങളുമായിട്ട് ഈ ഗവൺമെന്റിനുള്ള പ്രതിബദ്ധത എന്താ? പല തുറകളിലും പല പ്രശ്നങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായിട്ടും കുട്ടികൾക്കെതിരായിട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുമുള്ള എത്ര അക്രമങ്ങൾ രാജ്യത്ത് അരങ്ങേറുന്നു. ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് നല്ല കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞ 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ നേതൃത്വം നഷ്ടപ്പെട്ടു എന്ന വിശ്വാസക്കാരാണ് നമ്മൾ. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ രാജ്യത്ത് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തികഞ്ഞ സോഷ്യലിസ്റ്റുകാരനായി, ഒരു മതേതരത്വവാദിയായിരുന്നു. ഇന്നത്തെ സാഹചര്യം കോൺഗ്രസിന് അത്ര മതേതരത്വ സ്വഭാവങ്ങൾ നിലനിർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. ഇനി അടുത്ത് വരാൻ പോകുന്ന ഇലക്ഷനിൽ തന്നെ ഇത്തരത്തിലുള്ള ശക്തികൾ ശക്തി ആർജിക്കുകയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ശക്തി ആർജിക്കുക വഴി ഇവിടെ ഒറ്റക്കക്ഷി ഒരു ഗവൺമെന്റിന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാധ്യത വളരെ കുറവാണ്. BJPക്കോ കോൺഗ്രസിനോ ഒറ്റക്ക് ഭരിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല. ഇവിടുത്തെ പ്രബലമായ ഒരു ശക്തിയായിട്ട് ഈ രാജ്യത്തെ തേർഡ് ഫ്രണ്ട് മുന്നോട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മതേതരത്വവാദിക്ക് മാത്രമാണ് രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും കഴിയുക. പല രാജ്യങ്ങളും വികസനത്തിന്റെ പട്ടികയിലേക്ക് കുതിച്ചപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ $1 ഈക്വൽ ടു ഡോളർ ആയിരുന്നു. അമേരിക്കൻ ഡോളറിന് ഒപ്പമായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ മൂല്യത്തിന്റെ സ്ഥിതി എന്താണ്? ഇന്ന് ഇന്ത്യൻ റുപ്പീസ് 67 റുപ്പീസ് കൊടുത്താലാണ് $1 നമുക്ക് കിട്ടുള്ളൂ. അത് ഈ ഭരണതലത്തിൽ നടന്ന പരാജയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യവസായ രംഗത്തും കാർഷിക രംഗത്തും മറ്റുള്ള ഭരണഘടനാ രംഗത്ത് ഒക്കെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ എല്ലാ സർക്കാരുകളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ തീർച്ചയായിട്ടും മാറ്റണം. എല്ലാം സ്ഥാപിത താല്പര്യങ്ങളും അവന്മാര് വിദേശാധിപത്യ കമ്പനികൾക്കുള്ള മുഴുവൻ അംഗീകാരങ്ങളും ഈ രാജ്യത്തിലെ പ്രമുഖ കമ്പനികൾക്ക് മാത്രം അതിന്റെ അംഗീകാരങ്ങൾ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ദരിദ്രന്മാരെ, ഇവിടുത്തെ ഇടത്തട്ടുകാരെ കണ്ടില്ലെന്ന് നടിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല. അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുക വഴി നമ്മൾ വിദ്യാസമ്പന്നരായ നമ്മൾ അത് ആർജിച്ചുകൊണ്ട് അതിനെതിരെ മറുപടി പറയാനുള്ള ഒരു സാഹചര്യം ആസന്നമായ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിത്യോപയോഗ സാധനങ്ങളുടെ വില വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പൊ പറയുന്നത്? പെട്രോളിന്റെ വില. അപ്പൊ അവർ ചോദിക്കുമ്പോൾ പറയുന്ന കമ്പനിയാണ് കൂട്ടുന്നതെന്നാണ്. ലോകത്തിലെ എല്ലാ രാജ്യത്തും ഭക്ഷ്യവസ്തുക്കളും ഫ്യൂൾ വസ്തുക്കളും അത് നിത്യോപയോഗ സാധനങ്ങളാണ്. അത് ഗവൺമെന്റ് സബ്സിഡിയോടുകൂടി സപ്ലൈ ചെയ്യേണ്ടതാണ്. അത് ഗവൺമെന്റ് കമ്പനിക്ക് കൊടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അത് ഗവൺമെന്റ് സബ്സിഡിയോട് കൂടി തന്നെ ജനങ്ങൾക്ക് എത്തിക്കേണ്ടതാണ്. എന്തിനാണ് അവർ അത് കമ്പനിക്ക് കൊടുത്തത്? ഇവിടുത്തെ കുത്തക കമ്പനിക്കാരും അവരും തമ്മിലുള്ള ഒരു കരാറാണ്. ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുക, അതേമാതിരി എല്ലാ സാധനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടിയിരിക്കുക. ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. ഇപ്പോ നമ്മൾ ചേരിചേരാ രാജ്യങ്ങളിൽ അംഗത്വത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ചേരിചേരാ രാജ്യങ്ങളിലൊക്കെ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയുടെ ശബ്ദം ലോകരാജ്യങ്ങൾ കാതോർത്ത് നിന്ന ഒരു കാലഘട്ടങ്ങളുണ്ടായി. നമുക്കൊരു നേതൃത്വം ഉണ്ടായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ. ഇന്ന് ആ നേതൃത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ അഭിപ്രായങ്ങളെ കുറിച്ച് ഉദ്ധരിക്കാനോ കാണാനോ ഇന്ന് ലോകത്തിൽ ആരുമില്ല. ഈ ഐക്യരാഷ്ട്രസഭയില് സ്ഥിര അംഗത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് അത് ലഭിക്കാത്തതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. ജപ്പാനും ചൈനയും അമേരിക്കയും നമ്മളെ എതിർത്തിട്ടല്ല. ഇവിടെ മനുഷ്യരഹിതമായ പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ വടക്കേ ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? വളരെ ദുരൂഹമാണ്. ഇവിടെ അടുത്ത കാലത്ത് ഒരു ഹരിജൻ കുട്ടി ഒരു തോട്ടത്തിൽ നിന്ന് ഒരു മാമ്പഴം പറിച്ചതിന് ആ കുട്ടിയെയും അമ്മയെയും ചുട്ടുകൊന്നു വടക്കേ ഇന്ത്യയിൽ. ഈ അടുത്ത കാലത്ത് പത്രത്തിലുണ്ടായി.
നിരവധി അക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായും കുട്ടികൾക്കെതിരായും മനുഷ്യനെതിരായും നടത്തുന്ന ഈ സമരങ്ങൾ ഇതെല്ലാം ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന ക്വാളിഫിക്കേഷനിലേക്ക് ഇന്ത്യ എത്തിയിട്ടില്ല. അതിന്റെ പേരിലാണ് UN-ൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം ലഭിക്കാത്തത്. അല്ലാതെ അമേരിക്ക അവിടെ നിർത്തിട്ടോ ബ്രിട്ടനെ നിർത്തിട്ടോ ഒന്നുമല്ല. രാജ്യത്ത് തൊഴിലാളികളെ, ആ പഴയ തൊഴിലാളികളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്ത് നമ്മൾ അനുഭവിച്ചോ അത്തരത്തിലുള്ള സ്ഥാനത്ത് തന്നെ അത്തരത്തിലുള്ള കെട്ടിനിർത്താൻ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചിട്ടുണ്ട്. 1957 ലോകത്തിൽ ആദ്യമായിട്ട് പോളിറ്റ് ബ്യൂറോയിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, അതായത് സഖാവ് EMS നമ്പൂതിരിപ്പാട് കേരളത്തിൽ അധികാരത്തിലേറുമ്പോൾ ഈ രാജ്യത്തിലെ പാവപ്പെട്ടവർക്ക് ഒരാശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സർക്കാർ എന്നായിരുന്നു 1957 സർക്കാരിനെ വിശേഷിപ്പിച്ചത്. ഇവിടുത്തെ വളരെ പാവപ്പെട്ട, വളരെ പിന്നോക്കം നിൽക്കുന്ന ജനതകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സർക്കാരായിരുന്നു സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാർ എന്നായിരുന്നു നിഗമനം. എന്നാൽ നിരവധി തൊഴിലാളി സമരങ്ങൾ സംഘടിപ്പിക്കുകയും നിരവധി പ്രശ്നങ്ങൾക്കെതിരെ സമരം ചെയ്യുകയും ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി കൊല്ലത്ത് അസീസ് ബാവ എന്ന 2 തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന സർക്കാരും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ജനങ്ങൾക്ക് നല്ലൊരു സംവിധാനം കൊണ്ടുവരുന്നതിനോ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനോ ആ സർക്കാരിന് കഴിഞ്ഞില്ല. 2 വർഷത്തിനുള്ളിൽ ആ സർക്കാരിനെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഈ രാജ്യത്ത് മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി, ഈ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ളത് മനുഷ്യസ്നേഹികളായ മനുഷ്യർ തന്നെയാണ്, സംഘടനകളല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മനുഷ്യനെ അടിമകളായി സൂക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ലോകത്തെ. എമ്പാടും മനുഷ്യൻ അടിമകളായിരുന്നു. മനുഷ്യന്മാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അടിമത്തത്തിന്റെ വിരാമമിട്ടത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഈ സംവിധാനം കൊണ്ടുവന്നത് മഹാനായ ലിങ്കനാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. മഹാനായ ലിങ്കനാണ് ആ പ്രക്രിയ കൊണ്ടുവന്നത്. ഒരു അമേരിക്കൻ രാജ്യത്ത്, മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന അമേരിക്കൻ രാജ്യത്ത് ഈ പ്രബന്ധം കൊണ്ടുവരികയും ഹ്യൂമൻ റൈറ്റ്സ് ലോകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ച, നടപ്പിലാക്കിയ വ്യക്തിയുമാണ് അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ പ്രയത്നമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് നമ്മൾ ശരിക്കും വിലയിരുത്തുകയും ഇവിടെ നിൽക്കുന്ന 2 ധ്രുവങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കേണ്ട. ഇവർ നമുക്കെതിരായിട്ടുള്ള വിദേശാധിപത്യത്തിന്റെ ഏജന്റുമാരാണ് NDA-യും UPA സർക്കാരും. ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ടത് ഒരു സോഷ്യലിസ്റ്റ് വാദികൾക്ക് മാത്രമാണ്. രാജ്യത്തെ മുന്നോട്ട് നയിക്കാനും ഇവിടെ മതേതരത്വം നിലനിർത്താനും ഈ ജനങ്ങൾക്ക് മുഴുവൻ സുരക്ഷിതത്വം നൽകാനും നമുക്ക് കഴിയും. 1940 ഒരുപാട് സോഷ്യലിസ്റ്റുകാർ ചരിത്രങ്ങളിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു, കളയപ്പെട്ടിരിക്കുന്നു. അത് ഗൂഢിതമായ ശ്രമങ്ങളാണ്. ഗൂഢിതമായ ശ്രമങ്ങളിലൂടെ 1946 മഹാത്മാഗാന്ധിയെ പോലെ തന്നെ പ്രസിദ്ധനായ ഒരാളുണ്ടായിരുന്നു, മൗലാന മുഹമ്മദ് അലി. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. 1946 ജനുവരി 11 ഇവർ 2 പേരും, മഹാത്മാഗാന്ധിയും മൗലാന മുഹമ്മദ് അലിയും കൂടി ഗുജറാത്തിന്റെ മണ്ണിൽ നിന്ന് സത്യം ചെയ്ത് ബ്രിട്ടനിലേക്ക് കപ്പൽ കയറി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ നയിച്ച അവർ ഒരു സത്യം ചെയ്തു. അവർ രാഷ്ട്രത്തിന്റെ മണ്ണെടുത്തുകൊണ്ട് സത്യം ചെയ്തു, ഈ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ലെങ്കിൽ അടിമകളായ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വരില്ല എന്നായിരുന്നു സത്യം. 2 പേരും ബ്രിട്ടനിലേക്ക് പോയി, കപ്പൽ കയറി പോയി. അവിടെ പോയപ്പോ സ്വാതന്ത്ര്യം കിട്ടിയില്ല. പക്ഷേ ധീരനായ ദേശാഭിമാനി മൗലാന മുഹമ്മദ് അലി അവിടെ വെച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മയ്യത്ത് പോലും ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നില്ല. അത് മക്കയിൽ കൊണ്ടുപോയി കബറടക്കി. ചരിത്ര പുരുഷൻ, അതുപോലെ നിരവധി സോഷ്യലിസ്റ്റ് വാദികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറനാടും വള്ളുവനാടും ചരിത്രത്തിന്റെ ഭൂമികളാണ്, ചരിത്രത്തിന്റെ സാക്ഷ്യം പിടിച്ച സ്ഥലങ്ങളാണ്. ഇതൊന്നും ഇവിടുത്തെ കോൺഗ്രസുകാർക്കും BJP-ക്കാർക്കും അറിയില്ല. നിരവധി സമരങ്ങളിലൂടെ മനുഷ്യൻ രാജ്യത്തിന്റെ സ്വത്തും സംരക്ഷണവും ഇംഗ്ലീഷുകാരിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവരാണ് അവർ. ഇവരുടെയൊക്കെ ഭരണകാലങ്ങളുടെ മുൻകാലഘട്ടങ്ങളിലൊക്കെ തന്നെ നിരക്ഷർക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും ന്യൂനപക്ഷങ്ങൾക്കും മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി വർഷങ്ങൾ രാജ്യത്തുണ്ടായി.
രാജ്യത്തിന്റെ സുരക്ഷിതത്വം നിലനിർത്തേണ്ട വ്യക്തികൾ തന്നെ ഈ രാജ്യത്ത് കലാപങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇവിടെ അടുത്ത കാലത്ത് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി മോഡി അതേ സമയത്ത് തന്നെ ഹിന്ദു സന്യാസിമാരെ കൊന്നു എന്ന് CBI റിപ്പോർട്ട് ചെയ്തു. ഇത് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച അദ്ദേഹമാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവർ ഉയർത്തി കാണിക്കുന്നത്, BJP ഉയർത്തി കാണിക്കുന്നത്. ഇതെന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി? വികസന നായകൻ എന്നാണ് പറയുന്നത്. വികസന നായകൻ. പല സോഷ്യലിസ്റ്റ് നേതാക്കളും രാജ്യസ്നേഹികളെ മറന്നുകൊണ്ട് ബോംബെ എയർപോർട്ടിന്റെ പേര് പോലും മഹാരാഷ്ട്രയിലെ ഒരു ഗുണ്ടയുടെ പേരാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നിരവധി വർഷങ്ങൾ ദരിദ്രർക്കെതിരെയും സമാധാന പ്രേമികൾക്കെതിരെയും നടത്തുന്ന ഇത്തരത്തിലുള്ള ദുഷിച്ച ശക്തികൾക്കെതിരെ സോഷ്യലിസ്റ്റ് ശക്തികൾ എഴുന്നേറ്റ് മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി 9 സംസ്ഥാനങ്ങളിൽ ആധിപത്യമുള്ള RJD ആ സോഷ്യലിസ്റ്റ് ഐക്യനിരക്ക് നേതൃത്വം നൽകുമെന്നും അടുത്തു വരാൻ പോകുന്ന ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടക്കം സോഷ്യലിസ്റ്റ് വാദികളെ പിന്തുണക്കുന്ന ഒരു ഗതികേടിലേക്ക് വരുത്തുന്നതിനു വേണ്ടി സമാന ചിന്താഗതിക്കാരും ഈ രാജ്യത്തിലെ മതേതരത്വവാദികളും സോഷ്യലിസ്റ്റ് വാദികളും രാജ്യത്തിന്റെ മാനം കാക്കാൻ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാക്കാൻ ഒത്തൊരുമിച്ച് അണിചേരണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. അതായത് RJD നിലനിർത്തുന്നത് മതേതരത്വ സ്വഭാവങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ അന്തസ്വാഭിമാനം കാത്തു സൂക്ഷിച്ചു, നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്വാഭിമാനം കൂടി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. പ്രത്യേകിച്ച് നമ്മുടെ പൂർവിക നേതാക്കൾ, അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ജയപ്രകാശ് നാരായൺ, ഇവരൊക്കെ തന്നെ മഹാത്മാഗാന്ധി, ഇവരൊക്കെ തന്നെ എന്ത് സ്വപ്നം കണ്ടിരുന്നോ ഈ രാജ്യത്തെ കുറിച്ച്, ആ സ്വപ്നങ്ങളിലേക്ക് ഈ രണ്ട് കോൺഗ്രസും BJP വഴിതെറ്റിയപ്പോൾ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം, ആ സ്വപ്നങ്ങളുമായിട്ട് ഉയർത്തിപ്പിടിക്കാം ആഗ്രഹിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് RJD, രാഷ്ട്രീയ ജനതാദൾ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും RJDയുടെ രാഷ്ട്രീയ ജനങ്ങളോടുള്ള രാഷ്ട്രീയ സമീപനം. കാരണം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്ത പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. ഈ രാജ്യത്തിലെ ദരിദ്രരെയും ദുർബല വിഭാഗക്കാരുടെയും കണ്ണീരൊപ്പും ഈ രാജ്യത്തെ മതേതരത്വ നിലപാട് കർശനമാക്കും, ഈ രാജ്യത്തിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും, പാവപ്പെട്ടവരെയും നിർദ്ധരെയും മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും എന്ന് ബഹുമാന്യനായ രാഷ്ട്രശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്. അതിനുശേഷം വന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും മറ്റ് ഭരണാധികാരികളൊക്കെ തന്നെ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവവും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നിലകൊണ്ടു എങ്കിൽ പിന്നീടുണ്ടായ കാലഘട്ടങ്ങൾ അതായിരുന്നില്ല. അപ്പോൾ എല്ലാ വ്യക്തികളും അന്ന് കോൺഗ്രസിനകത്തുണ്ടായിരുന്നവരാണ്. കോൺഗ്രസിൽ പല വിഭാഗക്കാരുണ്ട്. സോഷ്യലിസ്റ്റ് വാദികളുണ്ട്, വർഗീയവാദികളുണ്ട്, സ്വജാധിപത്യ ശക്തികളുണ്ട്. ഇവരൊക്കെ തന്നെ ഇന്ന് വേറിട്ട് വേറെ പാർട്ടികൾ രൂപീകരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ എന്തായിരുന്നു അതിന്റെ അജണ്ട എങ്കിൽ ആ അജണ്ടയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമായിരിക്കും രാഷ്ട്രീയ ജനതാദൾ മഹത്തായ ഭാരതത്തിൽ ആവിഷ്കരിക്കാൻ പോകും. സാധാരണക്കാരുടെ കൂടെ നിൽക്കുകയും നിർദ്ധരായവരെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ഈ രാജ്യത്ത് മതേതരത്വം നിലനിർത്തുകയും ചെയ്യുന്നു. അതിന് ഞങ്ങൾ വെറുതെ ചുമ്മാ പറയുന്നതല്ല. കാരണം ഈ രാജ്യത്ത് എന്തൊക്കെ അത്ഭുതകരമായ കാലഘട്ടങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള ആ സമയത്തൊക്കെ തന്നെ ബഹുമാന്യനായ ജയപ്രകാശ് നാരായണന്റെ ശിഷ്യനായ ലാലു പ്രസാദ് യാദവ് അതിന്റെ മുഖ്യധാരയിലേക്ക് വന്ന ചരിത്രമാണ് ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത്. കാരണം VP സിംഗ് എന്ന മാന്യനായ